text. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. Let's open up our Bibles to Deuteronomy chapter 33. അവിടെ മോശ ജനത്തെ അനുഗ്രഹിച്ചു പറയുമ്പോൾ മോശ ഇപ്രകാരം പറയുന്നു, നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക. So when Moses is blessing the house of Israel, he speaks to Naphtali. He is satisfied with favor and full of the blessing of the Lord. മോശ ജനത്തെ അനുഗ്രഹിച്ച് സംസാരിക്കുകയാണ്. So Moses is blessing the house of Israel. ഈ സംസാരിക്കുന്ന വ്യക്തിയെ നാം നോക്കിയാൽ, when we observe the person that is being blessed, 33-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, in chapter 33 verse 1 it says, ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിനു മുൻപ് ഇസ്രായേലിനെ അനുഗ്രഹിച്ചു പറഞ്ഞ ദാവീദ്. Moses, the man of God, blessed the children of Israel before his death. അവിടെ വായിക്കുന്നു ദൈവപുരുഷനായ മോശ. It reads Moses, the man of God. ഒരു ഷെപ്പേർഡിന്റെ ഹൃദയത്തോടുകൂടെ, ഒരു ഇടയന്റെ ഹൃദയത്തോടുകൂടെ തൻ്റെ ജനത്തെ നോക്കിയിട്ട് താൻ മരിക്കാൻ പോകുന്നതിന് മുൻപ്, തൻ്റെ അവസാന ശ്വാസത്തിന് മുൻപ് ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. So Moses is speaking before his death like a shepherd to the people. 40 വർഷം ഇസ്രായേലിനെ നടത്തിയിട്ട് ആ തൻ്റെ ശുശ്രൂഷയുടെ അവസാനം താൻ ആഗ്രഹിച്ചത് കാണുവാൻ സാധിക്കാതെ പോകുന്ന മോശ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. So after 40 years leading the Israelites through the wilderness, what Moses couldn't achieve, he is blessing the house of Israel. 32-ാമത്തെ അധ്യായം ആവർത്തനം 32-ന്റെ ദൈവം പറയുന്നു, നീ ഈ ദേശം ഇവിടെ നിന്ന് കാണും, പക്ഷേ നീ ഇതിന്റെ അകത്ത് കയറുകയില്ല. So in Deuteronomy chapter 32 verse 52 it says, God saying to Moses, you shall see the land before you, but you cannot enter. A man who was punished so severely, not granting his greatest desire to enter into the promised land, God said, you will see the land, but you will not enter into the land. So ഇവിടെ ദൈവം പറയുന്നു, നിങ്ങൾ ഇസ്രായേൽ കനാൻ ദേശത്തെ കാണും, പക്ഷെ അതിൽ പ്രവേശിക്കത്തില്ല. ആ അത്ര സിവിയറായിട്ട് പണിഷ്മെന്റ് എടുത്ത മനുഷ്യൻ ജനത്തെ നോക്കിക്കൊണ്ട് എനിക്കിതിൻ്റെ അകത്ത് കയറാൻ സാധിക്കുന്നില്ലെന്ന് വരികിലും ഈ കനാനിലേക്ക് കയറുന്ന, വാഗ്ദത്ത നാട്ടിലേക്ക് കയറുന്ന ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. So here Moses is with this severe punishment that he cannot enter into Canaan, but he is looking at Israel and blessing them. തനിക്ക് നന്മ ലഭിക്കുന്നില്ലെന്ന് വരികിലും നന്മ ലഭിക്കുവാൻ പോകുന്ന, അനുഗ്രഹം ലഭിക്കുവാൻ പോകുന്ന ഇസ്രായേലിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്. So even though Moses is not receiving this blessing, he is passing that blessing to the house of Israel. ഓരോ ഗോത്രമായിട്ട് അനുഗ്രഹിച്ചു പറഞ്ഞേച്ച് നഫ്താലിയുടെ അരിക്കൽ കടന്നു വരുമ്പോൾ മോശ ഇപ്രകാരം പറയുന്നു. So as he is passing on the blessing tribe by tribe, when he comes to Naphtali, he says this. ഇന്ന് രാത്രി 2025 നാം പ്രവേശിക്കുമ്പോൾ ദൈവസഭയോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറവാനുള്ളത് ഇതേ പദമാ, നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക. So as we are entering into this new year of 2025, the Lord has something to say to us. It is Naphtali is satisfied with favor, full of blessing of the Lord, possess the west and the south. നമുക്കറിയാം, we are living in a generation who are not satisfied in anything. നമ്മൾ ഒന്നിനും തൃപ്തിപ്പെടാത്ത ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. People always wanted more in their life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വേണം. They do not consider their investment always, but looking on the return of the investment. നമ്മൾ ഒരിക്കലും നമ്മുടെ സാമ്പത്തിക നേട്ടങ്ങളെ അല്ല നോക്കുന്നത്, നമ്മൾ കൊടുക്കുന്നതാണ്. They never consider how much they invest, but they wanted more. നമുക്ക് എപ്പോഴും കുറേ കാര്യങ്ങൾ വേണം. But God is looking at this community and God is saying, don't worry about what you are getting, be satisfied with the favor of God. പക്ഷെ ദൈവം ഇവിടെ പറയുന്നത്, നിങ്ങൾ കിട്ടുന്നതിലല്ല, നിങ്ങൾ ദൈവത്തിനുള്ള ഫേവർ ആണ് വേണ്ടത്. The Hebrew word that is used here is ratzon. ഹെബ്രായ വാക്ക് ഇതിൽ ഉപയോഗിക്കുന്നത് റാഡ്സോൺ എന്ന് പറയും. Ratzon means the favor or the goodwill to bend or stoop in kindness to an inferior. അതായത് നമ്മൾ കൈകൂപ്പി ദൈവത്തോട് സ്തുതി പറയുന്നതാണ് ഹെബ്രായ വാക്കിന്റെ അർത്ഥം. The Greek word that is used is charis. That is the word grace came from there.
ഇതിന്റെ യവനായ ഭാഷ ഗ്രേസ് എന്നാണ് അർത്ഥം. That Charis means unmerciful mercy. അതായത് നമ്മൾ ലഭിക്കാൻ ആഗ്രഹിക്കാത്ത കൃപ. A clear example of this Charis or the Ratson is found in John's Gospel chapter 8 verse 11. ഇതിന് നല്ലൊരു ഉദാഹരണം ഈ റാഡ്സോന്റെ വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. The woman who caught in adultery was brought to Jesus. അഡൾട്ടറിയിൽ കണ്ടുപിടിച്ച സ്ത്രീയുടെ ഒരു എക്സാമ്പിൾ ആണ്. And everyone was accusing her. എല്ലാവരും ആ സ്ത്രീയെ കുറ്റം പറഞ്ഞു. And Jesus said, യേശു പറഞ്ഞു, I am not going to condemn you also. ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല. Go now and live your life of sin. നീ നിന്റെ പാപത്തെ വിട്ടുകളയുക. Charis means not punishing according to the sin. നമ്മുടെ പാപങ്ങളെ കൈക്കൊണ്ട് അല്ല, but releasing her to a life full of richness. അതായത് ഒരു സമൃദ്ധിയിലുള്ള ജീവനിലേക്കാണ് കർത്താവ് പോകാൻ പറഞ്ഞത്. അങ്ങനെയാണെന്ന് വരികിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്ന ഒരു കാര്യം, Tonight the Lord has, in that case, has to remind us today. നഫ്താലിയോട് പറഞ്ഞു, നീ പ്രസാദം കൊണ്ട് തൃപ്തനായി ജീവിക്കണം. So he spoke to Naphtali, you a man of favor. ഈ ഫേവർ എന്ന് പറഞ്ഞാൽ, so what is meant by this favor? ഈ അതിന് കൃപ എന്ന് നമുക്ക് മലയാളത്തിൽ വിളിക്കാം. We can call it grace in Malayalam. ഈ ഫേവർ എന്ന് പറഞ്ഞാൽ ഫേവർ ടു possess, കൈവശമാക്കുവാനുള്ള കൃപ. കൈവശമാക്കാനുള്ള കൃപ. ഈ യോശുവയുടെ പുസ്തകത്തിൽ ജോഷുവ ചാപ്റ്റർ 1 verse 2 to 3, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം, അവിടെ പറയുന്നുണ്ട്, എൻ്റെ ദാസനായ മോശ മരിച്ചു. It says, Moses my servant is dead. ആകയാൽ നീയും ജനമൊക്കെയും പുറപ്പെട്ട യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. Now therefore arise, go over this Jordan, where you and your people. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരും. I will give you the land that you cross over. അവിടെ ഒത്തിരി വായിക്കാനുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. I'm not going in depth in that. ദൈവം അവിടെ പറയുന്നു, എൻ്റെ ദാസനായ മോശയോട് ഞാൻ ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. So I have given a covenant, a promise to Moses. And ജോഷുവയെ ഞാൻ നിനക്ക് ഒരു റാഡ്സോൺ, എൻ്റെ ഫേവർ ഞാൻ നിനക്ക് തരികയാ. In Joshua God is giving a promise. ആ റാഡ്സോൺ, ആ ഫേവർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാനുള്ള കൃപയാ. So the favor that God is giving to Joshua is the ability to grant those promises. Favor to fulfill God's promises. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിർവഹിക്കുന്ന ഫേവർ. When Brother Sunil Das was testifying, he said problems will be there. നമ്മുടെ സുനിൽദാസ് ബ്രദർ സംസാരിച്ചപ്പോൾ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ. That is absolutely true. വാസ്തവമായ കാര്യമാണ്. Problems are there. എല്ലാ കഷ്ടതകളുണ്ട്. Challenges are there. ചാലഞ്ചസ് ഉണ്ട് നമ്മുടെ But if we have the favor of God, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ, if we have the favor of God, ദൈവത്തിന്റെ കരുണയുണ്ടെങ്കിൽ, we will possess the promises that God had given to us. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ കൈവശമാക്കും. This night, before we enter into 2025, ഈ രാത്രികാലം നമ്മൾ 2025ലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ God is telling us, ദൈവം നമ്മളോട് പറയുന്നു, God is giving us the favor, ദൈവം നമുക്ക് ആ കൃപ തരുവാണ്. and that favor to possess, കൈവശമാക്കാനുള്ള കൃപ. the favor to possess the promise that God had given to us. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തങ്ങൾ കൈവശമാക്കാനുള്ള കൃപ. Yesterdays when we faced the problem in our life, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കഷ്ടതകൾ അനുഭവിച്ചപ്പോൾ, in the middle of the night when God talked to us, രാത്രിയാമങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിച്ചപ്പോൾ, God had given us some promises. ദൈവം നമുക്ക് ചില വാഗ്ദത്തങ്ങൾ തന്നു. God had given us some promises about our children. നമ്മുടെ മക്കളെ കുറിച്ച് വാഗ്ദത്തങ്ങൾ തന്നു. God had given us some promises about our church. നമ്മുടെ സഭയെ കുറിച്ച് ദൈവം ചില വാഗ്ദത്തങ്ങൾ തന്നു. God has given us promises about our own life. നമ്മുടെ സ്വന്തം ജീവിതത്തെ കുറിച്ച് ദൈവം വാഗ്ദത്തങ്ങൾ തന്നു. And this night, let me tell you something. ഈ രാത്രികാലം നിങ്ങളോട് പറയട്ടെ, God is very clearly telling us, ദൈവം വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു, oh Naphtali, ഓ നഫ്താലി, നഫ്താലി എന്നുള്ള പേര് മാറ്റി വെച്ച് നമ്മുടെ പേരിട്ട് വെച്ച് പറ, ഓ PC Jacob, satisfied with favor and full of the blessing of the Lord, possess west and the south. So instead of the name Naphtali, put our names to it and say our name, satisfied with favor. എൻ്റെ മുമ്പിൽ ഇനി അധികം സമയമില്ല. I don't have much time before me. In few minutes we will be entering into 2025. In few moments we will enter 2025. If we look back into our life,
2024, നമ്മൾ കഴിഞ്ഞ കാലം 2024 നോക്കുമ്പോൾ there are several things that we can complain about. കുറെ കാര്യങ്ങളെ കുറിച്ച് കുറ്റം പറയാൻ പറ്റും. There are several things we will be grieving about. കുറെ കാര്യങ്ങളെ കുറിച്ച് വിഷമിച്ചിരിക്കും. There are several things that we can happy about. ചില കാര്യങ്ങൾ സന്തോഷകരമായിരിക്കും. But Spirit of the Lord is telling us, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, move forward. മുന്നോട്ട് പോവുക. Move forward from your griefs. നിങ്ങളുടെ വിഷമങ്ങളിൽ നിന്ന് മുന്നോട്ട് പോവുക. Move forward from your sorrows. നിങ്ങൾ വൈഷമ്യങ്ങളിൽ നിന്ന് മുന്നോട്ട് പോവുക. Move forward from your failures. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് മുന്നോട്ട് പോവുക. Move forward from your bitterness. നിങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് മുന്നോട്ട് പോവുക. And be satisfied with God's favor. ദൈവത്തിന്റെ കരുണയോട് നമ്മൾ തൃപ്തിപ്പെടുക. When we are satisfied with God's favor, ദൈവത്തിന്റെ കരുണയിൽ നമ്മൾ തൃപ്തിപ്പെടുമ്പോൾ God will fill us with His blessings. തന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. Shall we all stand in the presence of the Lord? നമുക്ക് അല്പനേരം ദൈവസന്നിധിയിൽ നിൽക്കാം. Before we enter into the new year, പുതിയ വർഷത്തിലേക്ക് കയറുന്നതിന് മുന്നേ Spirit of the Lord is telling us, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു, forget about the past. പഴയ കാര്യങ്ങളെ കുറിച്ച് മറക്കുക. Last Sunday we heard about that. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടു. Don't worry about the past. മുൻപുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കണ്ട. Don't dwell in the past. നമ്മൾ പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കണ്ട. Move forward. മുന്നോട്ട് പോവുക. 2025 is an year of victory for us. ജയാളിയായ ഒരു വർഷമാണ് 2025. 2025 ദൈവം നമുക്ക് തരുന്ന വർഷമാണ്. 2025 ദൈവം